പാഠം 1065 ഒരു സിനിമാ കഥ. ഹലോ, അതെ ഉത്തമനാണ്. എന്ത് പുഷ്കര രാവിലെ? എന്ത് സംഭവം? വക്കീല സിനിമയിൽ അഭിനയിക്കാൻ പോണെന്നാ? ആര് പറഞ്ഞേ? നീ എന്തരെ പുഷ്കര പറയുന്നത്? ഞാൻ ഇന്നലെ വക്കീലെ കണ്ടതല്ലേ. സിനിമയിൽ അഭിനയിക്കാനൊക്കെ പോണെന്നുണ്ടെങ്കിൽ വക്കീൽ എന്റെ അടുത്ത് പറയൂലേ? ആണാ? എന്താ പിന്നെ അതൊന്നും അറിഞ്ഞിട്ട് എന്റെ കാര്യം. ഞാൻ നേരെ മോനേന സാറിന്റെ വീട്ടിലോട്ട് പോയിട്ട് ഒന്ന് അന്വേഷിക്കട്ടെ. ഓ ശരി 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 ശരി. വക്കീല് സിനിമാ നടിയാവണമെന്ന് പറഞ്ഞാ അതൊന്നും അറിയണമല്ലോ. വന്നാ ഞാൻ മോഹനട്ടെ വിളിക്കാൻ നടന്നായിരുന്നു. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ദാ ഈ പാത്രത്തില്, സാമ്പാർ ദാ ആ പാത്രത്തില്. കഴിക്കാൻ നേരം ആകുമ്പോഴേക്കും മോഹനട്ടെ തന്നെ എടുത്ത് കഴിച്ചോളണേ. ഷർട്ടും മുണ്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ തേച്ച് വെച്ചിട്ടുണ്ട്. ഓഫീസിൽ പോകാറാകുമ്പോഴത്തേക്കും വിളിച്ചാൽ മതി. ഊണ് ഞാൻ ചുറ്റുപാത്രത്തിലാക്കി തരാം. എനിക്ക് ഡയലോഗ് പഠിക്കണ്ടേ മോനട്ടാ? ഇന്ന് വൈകുന്നേരം വരെ സമയമുള്ളൂ. 5 മണിക്ക് ഓമനക്കുട്ട സാറ് വരും. അപ്പോഴേക്കും മുഴുവൻ ഡയലോഗും പഠിച്ചില്ലെങ്കിലേ ആ വേഷത്തിലേക്ക് വേറെ ആളെ വിളിക്കും. ഏതോ ഒരു സിനിമക്കാരൻ വന്ന് ഏതോ ഒരു സിനിമയില് ഒരു ചെറിയ വേഷം തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും നീ വീട്ടിലെ സകല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചോ? വീട്ടിലെ ഒരു കാര്യം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടില്ലല്ലോ. ഇതാ അടുക്കളയുള്ള സകല ജോലി ഞാൻ തീർത്തിട്ടുണ്ട്. ഷർട്ട് മുടും തേച്ചും വെച്ചു. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന സകല ജോലിയും ചെയ്തതിന് ശേഷം മാത്രമല്ലേ ഞാൻ എന്റെ സ്വന്തം കാര്യം നോക്കി പോണത്. ഭാര്യ നാട്ടുകാരെ ബഹുമാനിക്കുന്ന ഒരു സിനിമാ നടിയാകുന്നതിൽ വില്യാഫീസർക്ക് ചെറിയൊരു അസൂയുണ്ടല്ലോ. മുഖത്തത് എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ ഭാവം കണ്ട നിന്നെ സിനിമയിലെടുത്ത കാര്യം തീരുമാനമായ പോലുണ്ടല്ലോ. വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്നേ അയാൾ പറഞ്ഞിട്ടുള്ളൂ. കഷ്ടം. അങ്ങനെയല്ല ഓമനക്കുട്ട സാർ പറഞ്ഞത്. കോടതിയിൽ എന്റെ വാദം കണ്ടപ്പോ തന്നെ ആ വേഷം എനിക്കാണ് എന്ന് തീരുമാനിച്ചു എന്നല്ലേ? പിന്നെ ഈ ഡയലോഗ് കഷ്ടം. ഇതൊക്കെ എനിക്ക് വളരെ നിസ്സാരമായ കാര്യമല്ലേ മോഹനട്ടാ? ഭരണഘടനയിലെയും പീനൽ കോഡിലെയും 100 കണക്കിന് വകുപ്പുകൾ കാണാതെ പഠിച്ച് പുല്ല് പോലെ കോടതിയിൽ വാദിക്കുന്ന എനിക്കാണോ ഈ ഡയലോഗ് ഒക്കെ പഠിക്കാൻ എത്ര വലിയ പ്രയാസം? കാണാം. വൈകുന്നേരം അയാൾ വരുമ്പോ നിന്ന് പറഞ്ഞു നാണം കിടുമ്പോഴേ നിനക്കത് മനസ്സിലാവും. ഒരു നാണംകടലും ഉണ്ടാവില്ല. ഞാൻ ഡയലോഗ് പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഓമനക്കുട്ട സാർ എന്നോട് പറയും, സത്യഭാമേ, സത്യഭാമ മതി എന്റെ സിനിമയിലെന്ന്. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന്. സിനിമയിലൊക്കെ അഭിനയിക്കാൻ കഴിവുള്ള ആളുകൾ ഇല്ലാതിരിക്കുന്ന ഒരു സമയമായി ഇപ്പോ. ഈ സിനിമ വിജയിച്ചാ പിന്നെ എനിക്ക് തിരക്കായിരിക്കും. ഒരൊറ്റ സിനിമ മതി, അതോടെ ആളുകളുടെ ജാതകമേ മാറി മറിയുന്നല്ലേ പറയുന്നത്. ഈ ഒരൊറ്റ സിനിമ 8 നിലയിൽ പൊട്ടുന്നതോടെ ഇതിന്റെ നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ ഗോതണ്ടല്ലോ, പിച്ചച്ചട്ടി എടുക്കും. പിച്ചച്ചട്ടി അയാളുടെ ജാതകത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇങ്ങനെ അസൂയപ്പെടല്ലേ മോനട്ടാ? സ്വന്തം ഭാര്യയ്ക്കൊരു നന്മ വരുമ്പോ അതിൽ സന്തോഷിക്കല്ലേ വേണ്ട നല്ല ഭർത്താക്കന്മാർ. ഏണുവെങ്കിൽ ഞാൻ മോഹനട്ടൊരു സഹായം ചെയ്യാം. ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുതിയ പുതിയ സിനിമകളൊക്കെ കിട്ടുമല്ലോ. എന്നെ കാണാൻ വരുന്ന സംവിധായകരോടെല്ലാം ഞാൻ മോഹനയുടെ പേരൂടെ പറയാം, എന്നെ മോഹനട്ട് കാണാൻ നിനക്ക് സുന്ദരനല്ലേ, ചെറിയ വേഷങ്ങൾക്ക് മോഹനട്ട് ചെയ്യാൻ പറ്റും. അഭിനയത്തിന്റെ കാര്യത്തിൽ മോശമാവുന്ന ദിവസമുള്ള പേടിയൊന്നും വേണ്ട, ഞാനുണ്ടല്ലോ, പറഞ്ഞു തരാലോ. നിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പഠിക്കേണ്ടി വരുന്നതിന് മുൻപ് ഞാൻ കടലിൽ ചാടി ആത്മഹത്യ. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? ഇപ്പൊ മോഹനേട്ടൻ നാട്ടുകാരുടെ മുന്നിൽ അറിയപ്പെടുന്നത് വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ ആണെങ്കിലും കുറച്ച് നാളൊക്കെ കഴിയുമ്പോ അങ്ങനെ ആയിരിക്കില്ല മോഹനേട്ടാ.
സിനിമാ താരം സത്യഭാമയുടെ ഭർത്താവ് മോഹനകൃഷ്ണനാണ് അത് എന്നായിരിക്കും പറയുന്നത്. അങ്ങനെ വന്ന് ഞാൻ ട്രെയിനിന് തല വെക്കും. അയ്യേ, കുറച്ചു മുന്നേ കടലിൽ ചാടിയതല്ലേ? കടലിൽ ചാടി ചത്തവര് പിന്നെ എങ്ങനെ ട്രെയിനിലൂടെ തലവെക്കുന്നത്? അതെ, ഞാൻ ഈ ഡയലോഗ് ഒന്ന് പറഞ്ഞേപ്പിക്കട്ടെ. മോളുടെ അഭിപ്രായം പറയണേ. ഓക്കെ. യുവർ ഓണർ, ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ ഞാൻ ബോധിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തീർത്തും അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. അതായത് നമസ്കാരമുണ്ട് സാറേ. ഒരു ഭയങ്കരമായ വാർത്ത കേട്ട് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഓടി വന്നു. വക്കീലിനെ സിനിമയിൽ എടുത്തല്ലേ? കേരള പുഷ്കരനാണ് എന്റെ അടുത്ത് പറഞ്ഞത്. സത്യമാണോ സാറേ? എനിക്കറിയില്ല. സാറിന്റെ മോഹം കണ്ട അറിയാം എന്തോ സംഭവം ഉണ്ട്. അപ്പൊ സംഗതി സത്യമാണ്. ഉത്തമ, ഓ, ഒരു സിനിമാ സംവിധായകൻ എന്ന് പറഞ്ഞ് ഒരു ഓമനക്കുട്ടൻ ഇന്നലെ ഇവിടെ കയറി വന്നായിരുന്നു. അയാളെ കണ്ടാലറിയ ആള് ശരിയല്ലെന്ന്. എന്തോ കാര്യത്തിന് അയാൾ കോടതി ചെന്നപ്പോ ഭാമയെ കണ്ടെത്തറേ. ഭാമ കേസ് വാദിക്കുന്നത് കണ്ടപ്പോ അയാളുടെ സിനിമയിലെ വക്കീലായിട്ട് അഭിനയിക്കാനായിട്ട് ഭാമയാണ് ഏറ്റവും നല്ലത് അയാൾക്ക് തോന്നിയത്രേ. എന്റെ 4ാമത്തെ സിനിമയത്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സിനിമകളിൽ 3 വലിയ വിജയമായിരുന്നു. ഒരെണ്ണത്തിന് അവാർഡും കിട്ടി. അതുകൊണ്ട് തന്നെ എന്റെ സിനിമകളിൽ അഭിനയിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ അന്ന് കോടതിയിലോട്ട് വന്നത്. ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് ഹോസ്പിറ്റൽ പോയിട്ട് വരുമ്പോഴാണ് ഞാൻ കോടതിയുടെ മുമ്പിലെത്തിയത്. എന്റെ പുതിയ സിനിമയിൽ ധാരാളം കോടതി രംഗം ഉള്ളത് കൊണ്ടാണ് വെറുതെ കോടതിയിലൊന്ന് കയറി കളയാം എന്ന് ഞാൻ കരുതി. ഞാൻ കോടതിയിലോട്ട് കയറി വരുമ്പോ സത്യഭാമ അവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. എന്റെ പുതിയ സിനിമയിലെ കഥാപാത്രമായ അഡ്വക്കേറ്റ് മീനാക്ഷി അതാ എന്റെ മുമ്പിൽ. ഞാൻ ആ കഥാപാത്രത്തെ പറ്റി ഭാവനയിൽ കണ്ട അതേ രൂപം, അതേ സംസാര ശൈലി. അവിടെ നിന്ന് വേറൊരു വക്കീലിന്റെ കയ്യിൽ നിന്ന് ഞാൻ സത്യഭാമയുടെ അഡ്രസ് വാങ്ങി. അല്ല, എനിക്ക് സിനിമയിൽ അഭിനയിച്ച പരിചയമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പറയരുത്. എന്റെ സിനിമയിലെ കഥാപാത്രമാവാൻ വേറൊരാൾക്കും പറ്റില്ല. ഈ ഒരൊറ്റ സിനിമ, അത് കഴിഞ്ഞ് നിങ്ങൾ അഭിനയിച്ചില്ലേലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കഥാപാത്രം സത്യഭാമ ചെയ്താലേ നന്നാവൂ. കുറച്ച് പേപ്പർ തന്ന പ്രധാനപ്പെട്ട സീരിയൽ ഡയലോഗുകൾ ഞാൻ എഴുതരാം. അതൊന്ന് മനപ്പാടമാക്കി കഴിഞ്ഞാൽ നാളെ വൈകിട്ട് വന്ന് അഭിനയിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്ത്, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കേട്ട വാർത്ത സത്യം തന്നെയാണ്. എന്തായാലും വക്കീൽ വലിയൊരു സിനിമാ നടി ആവുമെന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ സാറേ? സിനിമ നടി ആയില്ലല്ലോ. അതിനകത്തുള്ള തമാശയൊക്കെ പഠിക്കാൻ അയാൾ പറഞ്ഞിട്ട് പോയല്ലേ ഉള്ളൂ. ഓ, ഈ ഡയലോഗ് പഠിക്കാൻ വക്കീലിൽ നിന്ന് പ്രയാസം. ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കോടതിയിൽ ഓരോ കേസ് വാദിച്ച് ഷൈൻ ചെയ്യുന്ന ആളല്ലേ. ഒരു സിനിമ ഡയലോഗ് പഠിക്കാനാണ് പാട്. വക്കീല് തകർന്ന് തരിപ്പടാക്കും. ഉത്തമ, കോടതിയിൽ കയറിയെന്ന് വായി തോന്നൊക്കെ വളവളാന്ന് പറയുന്ന പോലെ എളുപ്പമല്ല സിനിമയിലെ സംഭാഷണങ്ങൾ പറയാൻ. ഒന്നാമത്തെ കാര്യം, അവർ കൊടുക്കുന്ന സംഭാഷണങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, അവർ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ പറയാൻ വേണം. അല്ലാതെ സ്വന്തം ഇഷ്ടത്തെ വള 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 വളന്ന് പറയാൻ പറ്റില്ല. അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല സാറേ. ഈ ഡയലോഗ് കാണാതെ പഠിക്കാൻ അവർ ഇഷ്ടം പോലെ സമയം കൊടുക്കുമല്ലോ. പിന്നെ ഷൂട്ടിങ്ങിന് മുമ്പ് റിഹേഴ്സലല്ലേ. അതൊക്കെ കഴിയുമ്പോ അഭിനയത്തിന്റെ ABCD പോലും അറിയാത്തവൻ പോലും ചിലപ്പോ അങ്ങ് അഭിനയിച്ചു പോകും. എന്നാലും നമ്മുടെ നാട്ടിൽ നിന്ന് സാറേ, അല്ല, ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സിനിമാ നടി ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? ഈ ഒരൊറ്റ സിനിമ അങ്ങ് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ വക്കീൽ ആരാ? ഓ, പ്രൊഡ്യൂസർമാരെ ഡയറക്ടർമാരെല്ലാവരും രാവിലെ ഇവിടെ വന്ന് ക്യൂ നിൽക്കും. ഉത്തമ, അയ്യോ, സിനിമ നടി അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് ഉത്തമ കേട്ടിട്ടുണ്ടോ? കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചാലും മോഹനേട്ടൻ അസൂയക്ക് ഒരിക്കലും മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴേ വില്ലേജ് ആർട്ടിസ്റ്റ് ഇതാണ് വെപ്രാളമെങ്കിൽ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയി കഴിയുമ്പോ സാറ് ഇനി എന്തൊക്കെ ചെയ്യുമായിരിക്കും? എന്നാലും എന്റെ വക്കീലെ കേട്ടപ്പോഴേ ഞാൻ ആദ്യം വിശ്വസിച്ചില്ലേ. ആണല്ലേ? പിന്നെ ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങണേ. ഉടനെ ഉണ്ടുത്തമാ. ഇന്ന് വൈകിട്ട് ഓമനക്കുട്ട സാറ് വരുമ്പോ ഈ ഡയലോഗ് എല്ലാം നല്ല താളത്തിൽ പറഞ്ഞു കേൾപ്പിക്കണം.
സാറിന് ഇഷ്ടപ്പെടാതെ വരില്ല, ഞാനല്ലേ പറയുന്നത്. പിന്നെ അല്ലാതെ. ഉത്തമ, ഒരു 5 മിനിറ്റ് നിൽക്കാമെങ്കിൽ ഡയലോഗ് എല്ലാം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു തരാം. ഓ നിക്കാം. ഉത്തമം കേട്ടിട്ട് ഒരു അഭിപ്രായം പറ. പറയാം. എനിക്ക് ഗംഗാർ സാറിന്റെ വീട് വരുമ്പോ അല്ല, ഇത് കേൾക്കണം സാർ. സാറ് ഒരു അപേക്ഷ തന്നിടും. അത് വില്ലേജ് ഓഫീസർ കൂടെ തന്നാ മതി. ഞാൻ പോകുന്ന വഴി അവിടെ കേറാം സാറേ. വക്കീൽ പറ ഡയലോഗ് പറ, പെട്ടെന്ന് പറ. ഞാൻ അഭിപ്രായം പറയാമേ. എന്ത് സാറേ? ഗംഗാർ സാറിന്റെ വീട്ടിൽ ഇപ്പൊ തന്നെ പോണം. സാറ് ഉടനെ കൊണ്ടേക്ക് പോകും. സാരമില്ല ഉത്തമ, ഉത്തമ വയ്ക്കും. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് പറയുന്ന ഡയലോഗ് കേൾക്കാൻ മോഹനായിട്ട് സമ്മതിച്ചില്ലെങ്കിലും സിനിമ പുറത്തിറങ്ങി കഴിയുമ്പോ തിയേറ്ററിൽ പോയിട്ട് ഉത്തമ ഡയലോഗ് കേൾക്കാമല്ലോ, അല്ലേ? സാറേ, എല്ലായിടത്തിനും ഭയങ്കര സംഭവം തന്നെ. നമ്മുടെ നാട്ടിൽ നിന്നൊരു സിനിമാ നടി ഉണ്ടാവുന്ന കാര്യം ഞാൻ 10 പേരുടെ പറയട്ടെ. അപ്പൊ ശരി സാറേ, ആണേ. പിന്നെ സാറേ, ഓരോരുത്തർക്ക് ഭാഗ്യം വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല. സിനിമാ താരം സത്യഭാമ, എന്റെ അമ്മേ. അഹങ്കാരി. യുവർ ഓണർ, എന്റെ അഭിഭാഷക ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധം ആശ്ചര്യജനകമായ ഒരു കേസാണിത്. എന്റെ കക്ഷിയെ കുറ്റവാളിയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ പ്രോസിക്യൂഷൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഈ കേസിൽ നിന്ന് എന്റെ കക്ഷിയോട് ദയവ് തോന്നി അദ്ദേഹത്തെ വിട്ടയക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അടിപൊളി. എന്താ നോക്കണേ? ഇതാണോ അഭിനയം? ഇതിനെന്താണ് കുഴപ്പം? ഇതിന് കുഴപ്പമേ ഉള്ളൂ. ഭാമേ, ഇങ്ങനെയല്ല അഭിനയിക്കേണ്ടത്. കഴിഞ്ഞ 5 കൊല്ലമായി സ്ഥിരമായി കോടതി പോയി കേസ് വാദിക്കുന്ന ഒരു വക്കീലാണ് ഞാൻ. കോടതിയിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് എനിക്കറിയാം. അവിടെയാണ് കുഴപ്പം. ഭാമേ, സിനിമ എന്ന് പറഞ്ഞാൽ ജീവിതത്തെ അതുപോലെ പകർത്തു വെക്കുന്നതല്ല. ഓരോ ഭാവങ്ങളും വ്യത്യസ്തമായി ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പൊ നീ ഇങ്ങനെ വെറുതെ വാക്കുകൾ പറഞ്ഞ പോലെ പറഞ്ഞാൽ എങ്ങനെ ഭാവം വരും? അതെനിക്ക് മനസ്സിലായില്ല. നീ ആ പറഞ്ഞ സംഭാഷണ ശകലങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേ. യുവർ ഓണർ, എന്റെ അഭിഭാഷക ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത വിധം ആശ്ചര്യജനകമായ ഒരു കേസാണിത്. ഇത് നീ ആ വാക്കുകൾ ശ്രദ്ധിച്ചോ? എന്ത്? എന്റെ അഭിഭാഷക ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധം ആശ്ചര്യജനകമായ കേസ്. ആശ്ചര്യം ഒരു ഭാവമാണ്. ആ സംഭാഷണം പറയുമ്പോൾ മുഖത്ത് ആശ്ചര്യം വരണം. അടുത്ത സംഭാഷണം പറയൂ. എന്റെ കക്ഷിയെ കുറ്റവാളിയാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രോസിക്യൂഷൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഈ കേസിൽ ഒരു ഗൂഢമായ ഉദ്ദേശത്തോടെ പ്രോസിക്യൂഷൻ മനഃപൂർവ്വമായി കെട്ടിച്ചമച്ച കേസ്. ഈ സംഭാഷണങ്ങൾ നീ പറയുമ്പോ പ്രോസിക്യൂഷൻ കാണിച്ച ക്രൂരത കോടതിക്ക് ബോധ്യമാകുന്ന തരത്തിൽ പറയണം. അടുത്തത്, എന്റെ കക്ഷിയോട് ദയ തോന്നി അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. കണ്ടോ, ഓരോ വാചകത്തിലും നിരവധി ഭാവങ്ങൾ. ആദ്യം പറഞ്ഞത് ദയ തോന്നണം എന്നാണ്. ജഡ്ജിക്ക് ദയ തോന്നാൻ പാകത്തിൽ വേണം ആ വാക്കുകൾ പറയാൻ. പിന്നെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു എന്ന് ഇങ്ങനെ തല നിവർത്തിച്ചല്ല പറയേണ്ടത്. ഭാമേ, അഭിനയം എന്ന് പറഞ്ഞാൽ ഭാവങ്ങളുടെ ഒരു പ്രയോഗമാണ്. അതൊന്നും അറിയാത്ത നീയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? കഷ്ടം. സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിയിരിക്കും. വേറൊരാൾ എന്ത് ചെയ്താൽ അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നത് ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവ. കുറ്റം കണ്ടാൽ അത് മറച്ചു വെച്ചിട്ട് നന്നായിരിക്കുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ വൃത്തികേട്. എന്റെ അഭിനയത്തിൽ എന്ത് കുറ്റമാണ് മോഹനയുടെ കണ്ടത്? അത് പറ. ഞാൻ പറഞ്ഞല്ലോ ഭാമേ, ഭാവമില്ല. ഭാവമില്ലാതെ എങ്ങനെയാണ് ഭാമേ അഭിനയം ഉണ്ടാകുന്നത്? എങ്കിൽ പിന്നെ ഭാവത്തോടെ ഒന്ന് അഭിനയിച്ച് കാണിക്ക്. അതിനാ എന്താ? അതെ, വെറുതെ കുറ്റം പറയാൻ ആർക്കും പറ്റും. ശരിയായിട്ടുള്ള
അപ്പോഴാണല്ലോ മോഹനേട്ടൻ പറഞ്ഞ ന്യായമാണെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതെന്തിനാണ്? ഒരു പാട്ട് കേൾക്കുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് കൊള്ളൂല എന്ന് നമുക്ക് പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ നല്ല പാട്ട് നമ്മൾ തന്നെ എഴുതി കാണിക്കണം എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? മോഹനേട്ടാ, എന്റെ അഭിനയത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മോഹനേട്ടന്റെ അസൂയ കൊണ്ട് മാത്രം മോഹനേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെയാ അഭിനയിക്കേണ്ടത് എന്ന പിന്നെ മോഹനേട്ടൊന്ന് പറഞ്ഞതാ. ഇതാണ് ഡയലോഗുകൾ. അഭിനയിച്ച് കാണിക്കേ, അഭിനയിച്ച് കാണിക്കേ, അഭിനയിച്ച് കാണിക്കും മോഹനേട്ടാ. അഭിനയിച്ച് കാണിക്കേ, അഭിനയിക്ക്, അഭിനയിക്ക് മോഹനേട്ടാ. എന്റെ അഭിഭാഷക ജീവിതത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആശ്ചര്യജനകമായ ഒരു കേസാണിത്. എന്റെ കക്ഷിയെ കുറ്റവാളിയാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രോസിക്യൂഷൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണ് ഇത്. എന്റെ കക്ഷിയോട് ദയ തോന്നി അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. തുടങ്ങിക്കോ. ആശ്ചര്യവും ഗൂഢാലോചനയും ഭയവും താഴ്മയായിട്ടുള്ള അഭ്യർത്ഥനയും എല്ലാം ഉണ്ടാവണം. ഡയലോഗ് പഠിച്ച ശരി. എന്തിനാണ്? ഓ, കോടതിയാ. ശരി. എന്റെ അഭിഭാഷക ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധം ആശ്ചര്യജനകമായ ഒരു കേസാണ് ഇത്. എന്റെ കക്ഷിയെ കുറ്റവാളിയാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രോസിക്യൂഷൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണിത്. എന്റെ കക്ഷിയോട് ദയ തോന്നി അദ്ദേഹത്തെ ഒഴിവാക്കണമേ എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു, അപേക്ഷിക്കുന്നു. ഇതാണോ അഭിനയം? അതെ, ഇങ്ങനെയാണ് അഭിനയിക്കുന്നത്. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ഇതിനെ അഭിനയം നല്ല പറയേണ്ടത്, ഗോഷ്ഠിന്നാണ്. എന്താണ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥാപാത്രത്തിന് പ്രാന്താണ് എന്ന് നാട്ടുകാർ മുഴുവൻ പറയും. അടുത്ത സിനിമ വരട്ടെ മോനേട്ടാ. മോഹനേട്ടന് നല്ലൊരു റോൾ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്, ഒരു പ്രാന്തന്റെ. അതാവുമ്പോ എന്റെ മോഹനേട്ടൻ അഭിനയിക്കേണ്ട കാര്യേ വരുന്നില്ലയോ. എന്നെ കൊണ്ട് വായിക്കില്ലേ? ആംഗികം വാചികം സാത്വികം ആഹാര്യം ഒന്നും അറിയില്ല, കഷ്ടം. അയ്യോ, ഓമനക്കുട്ടി സാറ് വൈകിട്ട് വരുന്നല്ലേ പറഞ്ഞത്? ടീച്ചറാ, ഞാൻ ഡയലോഗ് മുഴുവൻ പഠിച്ചിട്ടുമില്ല. സാർ നമസ്കാരം. നമസ്കാരം. സാർ രാവിലെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എപ്പോ എന്ത് ചെയ്യുന്നു എനിക്ക് പോലും എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചല്ലോ ഞാൻ ജീവിക്കുന്നത്. അയ്യോ അല്ല, ഞാൻ ഡയലോഗ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞില്ലായിരുന്നേ. ഡയലോഗ്? എന്ത് ഡയലോഗ്? സിനിമയിലെ ഡയലോഗ്സ്. സിനിമ? നിങ്ങൾ എന്തിനാ സിനിമ ഡയലോഗ് പഠിക്കുന്നത്? നിങ്ങളൊരു വക്കീലല്ലേ? ഞാനിപ്പോ വന്നത് ഒരു കേസിന്റെ കാര്യം പറയാനാ. എന്ത് കേസ്? ഞാനൊരാളെ കൊന്നു. അയ്യോ, ഞാൻ സിനിമയാക്കാൻ വെച്ചിരുന്ന ഒരു കഥ വേറൊരുത്ത മോട്ടിച്ചു. അവനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ എന്റെ കഥ എനിക്ക് തിരിച്ചിടാന്ന്. അവൻ തന്നില്ല. പകരം അവനൊരു പുതിയ സിനിമ ഉണ്ടാക്കി. ഞാനത് സഹിക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതൊന്നെടുക്കൂ. സാർ ഏത് സിനിമയായിരുന്നു അത്? ചെമ്മീൻ. എന്താ? ചെമ്മീൻ. ചെമ്മീൻ ഞാൻ സിനിമയാക്കാൻ വേണ്ടി വെച്ചിരുന്ന കഥയാ അത്. അതവൻ തട്ടിക്കൊണ്ടുപോയി. പിന്നെ ഒട്ടും മടിച്ചില്ല. ഞാൻ അവന്റെ വീട്ടിലോട്ട് കയറി ചെന്നിട്ട് ഒറ്റ കുത്തിന് അവനെ ഞാൻ കൊന്നു. അയ്യോ. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു മുൻകൂർ ജാമ്യം വേണം, ഇപ്പൊ തന്നെ.
വക്കീലിന്റെ കയ്യില് മുൻകൂർ ജാമ്യം ഉണ്ടോ? ഏ? ഉണ്ടോ? അയ്യോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് സംഘടിപ്പിക്കണം. പോലീസുകാർ എന്നെ അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് എനിക്ക് ജാമ്യം കിട്ടിയേ പറ്റും. ഏതെങ്കിലും കാരണവശാലും എനിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ വക്കീലിനെ അവരറിയും. നിങ്ങളുടെ കയ്യിലുണ്ടോ ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ? ഉണ്ടായിരുന്നു, കളഞ്ഞു. ഇല്ലേ? ഇല്ല. ഓടുമ്പോ വഴിക്കാറ് നിൽക്കണം. എവിടെ ഇപ്പൊ ഒന്ന് വിളിക്കണം. ഇതെന്താ പോലടാ? അവൻ എങ്ങോട്ടാ സാറേ പോയത്? ആരായാല്? സിനിമാ സംവിധായകനാകെ നടന്ന് അവസരം കിട്ടാതെ വന്നപ്പോ ഭ്രാന്തായതാ. ആശുപത്രിയിലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് അവിടുന്ന് ചാടി. അപ്പം മുതൽ ഞങ്ങൾ അന്വേഷിച്ച് നടക്കുക. അങ്ങോട്ട് ഇറങ്ങോടിയത്. കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അടുത്ത സിനിമയില് എനിക്ക് ഭ്രാന്തന്റെ വേഷം ശരിയാക്കി തരാമെന്നല്ലേ? അയ്യോ, ഇപ്പൊ പോയതുപോലത്താണോ? നല്ല ഭാവം, നല്ല അഭിനയം. ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങുന്നത്? സിനിമയിൽ അഭിനയിക്കണമെന്നത് ഒരുപാട് മനുഷ്യരുടെ സ്വപ്നമാണ്. അപ്രതീക്ഷിതമായി ഒരു അവസരം കിട്ടിയപ്പോൾ വക്കീലും വെറുതെ ഒന്ന് മോഹിച്ചു പോയതിൽ തെറ്റു പറയാനാവില്ല. എന്തായാലും സിനിമാ അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.